ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണ്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് സുഖമായിട്ട് പോണ്. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. പിന്നെ ഞങ്ങൾ ഇന്നുള്ളത് തിരൂര് പാർക്കിലാണ് എന്നുള്ളത്. കുറേ കാലത്തിന് ശേഷം അപ്പോൾ ഞങ്ങൾ സെംഖാൻ്റെ കൂടെ കേട്ടോ. ഞങ്ങൾ ഇന്നാൾ പകൽ പോയിട്ടുണ്ടായിരുന്നു, രാത്രിയിലാട്ടോ ഞങ്ങൾ പാർക്കിൽ പോയത്. നല്ല ഭംഗി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പാർക്ക്. അപ്പോൾ സെംഖാൻ ഞങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം സെംഖാൻ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് പാർക്കിൽ അങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയാലോ. അങ്ങനെ ഞങ്ങൾ വിളിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. മോനൂസിന് എനിക്കും ഒരുപാട് സന്തോഷമായി സെംഖാൻ ഞങ്ങളോട് പാർക്കിൽ പോവാൻ പറഞ്ഞപ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ പോയതാണ് പാർക്കിലേക്ക്. ഞങ്ങൾ എങ്ങോട്ട് വിളിച്ചാലും സെംഖാൻ വരില്ല. മോനൂസ് വിളിച്ചാലും ഞാൻ വിളിച്ചാലായാലും നിങ്ങൾ പോയിക്കോളി ഞാനില്ല പറയും. എപ്പോൾ വിളിച്ചാലും പരിപാടിക്കായാലും എൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഞങ്ങൾ പറഞ്ഞേക്കോളൂ. സെംഖാൻ വരില്ല, നല്ല മടിയാണ്. പക്ഷേ ആൾക്ക് എന്താ തോന്നിയെന്ന് അറിയില്ല. ഞങ്ങളോട് പറഞ്ഞ് നമുക്കൊന്ന് പാർക്കിൽ പോയാലോ പറഞ്ഞ്. പാർക്കിലാ അതേപോലെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് പറഞ്ഞപ്പോൾ രാത്രിയല്ലേ, അപ്പോൾ ദൂരത്തേക്കൊക്കെ പോകണ്ടേ രാത്രി ആകുമ്പോൾ. അപ്പോൾ സെംഖാനെ പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചു ഈ നേരത്തെ ഈ സമയത്ത് എങ്ങോട്ടാണ് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ തിരൂര് പാർക്കിൽ പോകാൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ മോനൂസ് ഞാനും കൂടെ സെംഖാനും കൂടെ പോയതാണ് പാർക്കിലേക്ക്. പക്ഷേ സെംഖാനുള്ള കാര്യം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. മറ്റേത് ഞാനും മോനൂസ് എല്ലായിടത്തും പോക്ക് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. ഞങ്ങളുടെ കൂടെ എങ്ങോട്ടും സെംഖാൻ വരലില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം സെംഖാൻ വന്നപ്പോൾ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റാണ് കേട്ടോ. ഇതൊരു രാത്രി ഒരു 7-8 മണി ആ സമയത്താണ് ഈ ലൈറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ വൈകിട്ടൊക്കെ വന്ന ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവും. ഞങ്ങൾ പോയ ആ സമയത്താണ് കേട്ടോ ഈ ലൈറ്റ് ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ, പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ മോനൂസിന് വണ്ടിയിലൊന്നും കയറാനൊന്നും അവന് പറയണില്ല, അതിൽ കയറണമെന്നൊന്നും പറയുന്നില്ല. രാത്രി അതുകൊണ്ടാവും. പിന്നെ ഇപ്പം അടുത്ത് ഞങ്ങൾ അവനായിട്ട് പകൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവനും കൂടെ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. പക്ഷെ അവനക്ക് ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിനക്കെന്നാ കയറിക്കോ പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവനക്ക് ഇഷ്ടമാണ്. ഇത് ഒറ്റക്കായ കാരണം അവന് കുറച്ചുകൊണ്ട് ഓടിയപ്പോൾ തന്നെ വണ്ടി ബോട്ടുകൊണ്ട് പോയപ്പോൾ തന്നെ അവന് പറഞ്ഞ് ഇറങ്ങിക്കാളമ്മ എനിക്ക് പേടിയാവണ് പറഞ്ഞ് കരഞ്ഞിട്ടാ. അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം സെംഖാറിന് നമ്മളിന്നാൽ എന്തെങ്കിലും കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂട്ടി പോവുകയാണ് കേട്ടോ. ആള് അങ്ങനെ ചായയൊക്കെ ഞങ്ങൾ മോനൂസിന് വെള്ളച്ചായ വാങ്ങിക്കൊടുത്ത് അതേപോലെ ഞങ്ങളും രണ്ടാളും ചായ കുടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ മെക്സിക്കൻ കാടമുട്ടയാണ് ഇട്ടത്. 16 തരം രുചിക്കൂട്ടുകളുടെ ഒരു സമ്മേളനമാണ് നമ്മളെ ഈ കാടമുട്ട. ഇത് നമ്മളെ ഈ തിരൂര് പാർക്കിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഇല്ലത്. ഇത് ഫുൾ ഹൈജീനിക് ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിൽ ഒരുപാട് മസാലകളും കൂടാതെ പെപ്പർ അതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. 10 അല്ലേ? താങ്ക് യു. ആയിക്കോട്ടെ അപ്പോഴേക്കും റെഡിയോ. ഇതിൽ കവി എഴുത്തുകാരനും കലാകാരനൊക്കെ അറിയില്ല ഉത്തര ശീലറിയില്ലേ? നല്ല ഉഷാറാക്കിയിട്ട് അങ്ങനെ ഒരു കൊള്ളി പോലെ ആക്കണ്ട, ഉഷാറാക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ രൂപം. വെറും 30 രൂപ ഉള്ളൂ കേട്ടാ. അടിപൊളിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളില്ലേ, പുക പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചാണ് കേട്ടോ ഇതെന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞതാ ഇതാ ടേസ്റ്റാണ്. ഞങ്ങൾ വാങ്ങിയിട്ടൊന്നുമില്ല, കുറേ ആൾക്കാരത് വാങ്ങുന്നുണ്ട്. നല്ല തിരക്കുണ്ട് അവിടെ വാങ്ങാൻ വേണ്ടിയിട്ട്. ലൈവായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണത്. അങ്ങനെ ചായ കഴിഞ്ഞതിന് ശേഷം ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും മോനൂസും സെംഖാനും കൂടെ അങ്ങനെ ഇവിടെ ഇരിക്കുക കേട്ടോ.
അതേപോലെ സിംക്ക ഉള്ള കാരണം കൊണ്ട് തന്നെ അവന് ഓർക്കും പോകണമെന്നില്ല. അപ്പം രാത്രി ആയതുകൊണ്ടാവും കുറേ ഓടി കഴിക്കുക എന്നല്ലാതെ വിട്ടു പോകണമെന്നില്ല. മറ്റേത് ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ അവന് പിടിച്ചാൽ കിട്ടൂല ഓടിയിട്ട്. അപ്പോൾ പകലും ആവും. പക്ഷെ ആൾ അധികം ദൂരത്തേക്കൊന്നും പോകാതെ ഞങ്ങളെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിൽ കയറണം, വണ്ടിയിലൊന്നും കയറണം എന്നൊന്നും പറയില്ല. അങ്ങനെ ഞങ്ങളൊരു 9:30 കഴിക്കണം കേട്ടോ. പാർക്കിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ 9:30 കഴിക്കണം. ചെരുപ്പിട്ടോളി. ഞാടുക്കടാ ഞാടുക്കടാന്ന്. അങ്ങനെ മൂന്നൂസിന് തിരൂരെത്തിയപ്പോൾ അവനക്ക് ടോയ്സ് മാർട്ടിൽ നിന്ന് വണ്ടി വേണം. അപ്പോൾ ടോയ്സ് മാർട്ട് കയറിയിട്ട് അവൻ തന്നെ നോക്കുകയാണ് കേട്ടോ. അവനക്ക് ഇതൊന്നും പോരാ, ഉള്ളിൽ തന്നെ കയറണം. പുറത്തുള്ള വണ്ടികളൊന്നും പറ്റില്ല, ഉള്ളിൽ കയറണം. അങ്ങനെ ഉള്ളിൽ പോയിട്ട് അവൻ ഇതേപോലെ തിരഞ്ഞു നോക്കണം. അവന് എന്തോ ഉദ്ദേശിക്കുന്നത്. ഈ കാറുകളൊന്നും കണ്ടിട്ട് അവനക്ക് അവൻ തിരയാണ്. ആകെ അവന് കൺഫ്യൂഷൻ ആയിക്കണ്. അവനക്ക് ഏതാ എടുക്കേണ്ടതെന്നുള്ളത്. അവനോട് ആദ്യം തന്നെ പറഞ്ഞു വിലയുള്ള അയിമക്കൊന്നും പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇതൊന്നും നോക്കാത്തത്. അല്ലെങ്കിൽ അത് വേണോ പറയും. അപ്പം അങ്ങനെ അവനക്ക് ഇതാണ് കേട്ടോ പറ്റിയത്, സ്പൈഡർമാൻ്റെ ഇതാണ് പറ്റിയത്. അങ്ങനെ വീട്ടിലെത്തി സിംക്ക അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താ അമ്പ അങ്ങനെ എന്തോ ആണ്. കുട്ടികൾക്കെല്ലാം അറിയുള്ളൂ, ഫോണിലൊക്കെ കണ്ടിട്ട് അവനക്ക് അത് മതി പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ വീഡിയോസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോസൊക്കെ ഞങ്ങൾ വരാം. വീണ്ടും എൻ്റെ അസ്സലാമു അലൈക്കും.